ഇതെന്നാളിയാ രാവിലെ പുഷ്പയുടെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാളോ? അതല്ല അളിയാ, പിന്നെ കാലില് ചൂങ്ക ഒട്ടിയിരിക്കുന്ന ഇത് ഇളക്കാൻ പറ്റുന്നില്ല. അത് ശരി. അളിയാ, നിന്റെ കാലുണ്ടെങ്കിൽ ഒരു 100-300 രൂപ ഞാൻ. ഒരു ഒറ്റ പൈസ ഞാൻ തരത്തില്ല. അല്ലെ, അങ്ങനെ പറയുന്ന ഒരു അത്യാവശ്യമുണ്ട്. സ്വന്തളിയോടല്ലേ ഞാനൊരു 5 രൂപ തരത്തില്ല. എന്നെ കണ്ടുപിടികളെ രാവിലെ 5000 രൂപയ്ക്കുള്ള സാധനം അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുക. അല്ലെ, പൈസ ആണെങ്കിൽ വേറെ അധ്വാനിച്ചുണ്ടാക്കിയാലേ വേറെ ആരെങ്കിലും പോയി ചോദിക്കും. ഒരു 300 രൂപയല്ലേ? അല്ലെ, ഞാൻ 5 പൈസ തരത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ അളിയൻ പോയി കുടിയാണ്. നിങ്ങളെപ്പോലുള്ള കുടിയന്മാരാണ് ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്നത്. കുടിയന്മാരെ പരസ്യമായിട്ട് അവഹേളിക്കുന്നുണ്ടല്ലേ? എന്താണ് നമ്മളുള്ളോണ്ട് സർക്കാർ നിലനിൽക്കുന്നത്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും നീ ഒന്ന് ആലോചിക്കണം. 25 രൂപ സാധനത്തിന് നമ്മൾ 1500 കൊടുത്ത് ബിവറേജിൽ നിന്ന് വാങ്ങുന്നു. നമ്മളിത് അടിക്കുന്നു. ആർക്കാ ലാഭം? സർക്കാരിന്. ആ കാശുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു? റോഡ് പണിയുന്നു, പാലം പണിയുന്നു, പാലത്തിന്റെ ഇടയിൽ തോട് പണിയുന്നു. അപ്പൊ അധിക്ഷേപിക്കരുത്. എന്റെ അളിയൻ ഞാൻ അധിക്ഷേപിച്ചതല്ല. നിങ്ങളൊരു കാര്യം ഓർക്കണം. ഒരളിയൻ, എന്റെ ഒരേ ഒരു അളിയനാ. ഞാൻ ഇന്നലെ വന്നപ്പോ മാത്യുച്ചേന്റെ കടയുടെ മുമ്പിൽ അളിയൻ ബോധമില്ലാതെ കിടക്കുവാണ് കുടിച്ചിട്ട്. അതൊക്കെ പോട്ടെ, വായിന്ന് നൊരയും പതയൊക്കെ വരുന്നു. എനിക്ക് എന്തൊരു വിഷമായെന്നറിയോ? ഇതാണ് തെറ്റിദ്ധാരണ. എന്റെ പൊന്നാളെ, അത് നൊരയും പദം വന്നല്ലെന്ന്. പിന്നെ ഞാൻ 3-4 അടിച്ചിട്ട് പിന്നെ ടച്ചിങ്സ് എന്ന് പറഞ്ഞ അച്ചാർ കിട്ടില്ല, പകരം വേറെ എന്തോ ഒരു ഷാമ്പു ആയിരുന്നു എടുത്ത് കടിച്ചത്. അതിങ്ങനെ ഉള്ളിൽ പോയി. കുറെ കഴിഞ്ഞപ്പോ അടിച്ചതെല്ലാം കൂടെ നൊരയും പതയായിട്ട് വന്നോണ്ടിരുന്നതാ. അല്ല, ഞാൻ ഛർദ്ദിച്ചല്ല. നീ അവഹേളിക്കില്ല. ഞാൻ അവഹേളിച്ചല്ലെന്നേ അളിയാ. ഒരു സ്നേഹമുണ്ട്. ഞാൻ പറയാം, അളിയൻ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ ഒന്ന് പോയി കാണണം. എടാ, ഞാൻ കാണിച്ചു. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നുമില്ല. അതല്ലേ? പിന്നെ കൂമ്പും കരലും കുടലും ഒന്നുമില്ല. ഇനി നീ എന്ന് അടി നിർത്തുന്നോ അന്ന് വീഴുന്നു. അളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തോട്ട് വരെ പോവുക. കാശ് എന്തായാലും തരത്തില്ല. അളി ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ഭാസ്കര മാഷില്ലേ, എന്നെ നിന്നെയൊക്കെ പഠിപ്പിച്ച് അറിയോ? നമ്മുടെ അച്ഛന്റെ ഒക്കെ വലിയ ഫ്രണ്ടാ. എനിക്കറിയാം ഭാസ്കര മാഷ്. അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഒരു ആവശ്യം അങ്ങനെ സാധിച്ചു കൊടുക്കാനുണ്ട്. നീ വരുന്നത് വരെ അദ്ദേഹത്തെ ഒന്ന് സ്വീകരിച്ചിരുത്തണം. അനാവശ്യമായിട്ട് ഒരു കാര്യവും വളവളാൻ സംസാരിക്കും. ഞാൻ ഏറ്റു. പറ്റല്ലോ. ശരി, ഞാൻ പോയിട്ട് വരാം. 300 രൂപ ചോദിച്ചാൽ തരാത്ത തെണ്ടി. നിന്റെ 5000 എന്ന് പോക്കാടാ മോനെ. ശോഭേ, വണ്ടിയുടെ കീ എവിടെ വെച്ചടി? കീ എവിടെയാടി വെച്ച? കാണത്തില്ല. കീ എടുത്തോണ്ട് മേശയുടെ അടി വല്ലതും ഉണ്ടെന്ന് നോക്കാം. ഇവിടെ കിട്ടിയോ? കൊടു കീ കൊടു. അളെ, ഇനി എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? ഇല്ല. 5000 രൂപ ചോദിച്ച തരൂലല്ലേ? പ്രഭാകരാ, പ്രഭാകരൻ പുറത്തുപോയി സാർ. എന്തോ വാങ്ങാനുണ്ട് സാർ. ഇരിക്കണം. അല്ലല്ല, അവൻ എനിക്ക് തരാൻ വേണ്ടി എന്തെങ്കിലും തന്നേപ്പിച്ചില്ല. അമ്മയാണില്ല, ഒന്നുമില്ല. എന്നെ അല്ലെങ്കിൽ വിശ്വാസം ഇല്ല. അല്ല സാറേ, അവനിപ്പൊ വരുവോ? ഇപ്പൊ വരുവോ? എന്നാ പിന്നെ ഞാനിവിടെ അവളോട് മരിച്ച അവള് മെനങ്ങാന്ന് പോയി. നീ എവിടെ പോകുന്നു? ഞാൻ ഒന്ന് പോണ ദാസപ്പ ഇങ്ങ് വാ. നിന്നെ ഞാൻ കണ്ടിട്ട് എത്ര കാലമായി. നീ എവിടെയായിരുന്നു ഇത്രയും നാള്? സാറേ, ഞാൻ അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു. മാമന്റെ കൂടെ ആയിരുന്നു. നിന്റെ ആ ബെറ്റ് വെക്കുന്ന മാമനോ? സാരംകൃതരം മാമന്റെ കൂടെ. മാമ ഈ അടുത്ത സമയത്ത് ഒരു ബെറ്റ് വെച്ചായിരുന്നു. എന്തായിരുന്നു? ഈ അമ്പലക്കുളത്തിൽ 100 വരെ എണ്ണുന്നവിടെ മുങ്ങിക്കിടക്കണം. പിള്ളേരുമായിട്ടായിരുന്നു ബെറ്റ്. തേങ്ങ വെച്ചാണ് ബെറ്റ് വെച്ചത്. എന്നിട്ട് അമ്മാവന് തേങ്ങ കിട്ടിയോ? തേങ്ങ കിട്ടി. ആ തേങ്ങയാണ് മുറിച്ചിട്ട് കാലിലും തലയും കൂടെ വെച്ച് തിരിയിട്ട് വെച്ചത്. അപ്പൊ അമ്മാവൻ തീർന്നെന്ന് നോക്കണം. പക്ഷെ 3 ദിവസം വരെ അമ്പലക്കുളത്തിന്റെ അടുത്ത് ഞാൻ മാറിയിട്ടില്ല. എടാ, അങ്ങനെയാടാ സ്നേഹമുള്ള മരുമക്കൾ എന്ന് പറയുന്നത്. സ്നേഹമുള്ളതുകൊണ്ടല്ല. അമ്പലക്കുളം വറ്റിക്കാതെ 3 അടി നടന്നതിന്റെ കാലിന്റെ കുറുമുട്ട് അടിച്ചോടിക്കുമെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു. എങ്ങനെ ഞാൻ മാറും? അമ്പലക്കുളം വറ്റിച്ച് ക്ലീൻ ആക്കി. ഇപ്പൊ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ചടങ്ങ് സാധാരണ ഗംഭീരമായിട്ട് കഴിഞ്ഞു. സാധാരണ നമ്മുടെ അവിടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചടങ്ങ്? ചടങ്ങിന് കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ കൊടുക്കും. ആണല്ലോ. നമ്മളവിടെ സിലോപ്പി ആറ്റുവാളെ 16 ദിവസം വരെ. പിന്നെ ഇത് എന്ത് ചെയ്യും? ആ വറ്റിച്ചെടുത്ത മീൻ വീട്ടിലിട്ട് പറ്റിച്ചു വെച്ച്. ഓ, അത് ശരി. അത് കൊള്ളാം.